കൊല്ലം ഇടമുളയ്ക്കൽ സഹകരണ ബാങ്കിൽ ഇഡി റെയ്ഡ്. കൊച്ചിയിൽ നിന്നുള്ള ഇഡി ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. ക്രമക്കേടിൽ കേസെടുക്കാൻ നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഷമീർ അബ്ദുള്ളാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, നേരത്തെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു ഉത്തരവിട്ടിരുന്നു ക്രമക്കേടിൽ കേസെടുക്കണമെന്ന്. അതനുസരിച്ചാണോ ഇപ്പോൾ ഉള്ള ഈ ഒരു നടപടി? തീർച്ചയായും ഇന്ന് രാവിലെയോടുകൂടി എത്തിയ കൊച്ചിയിൽ നിന്നെത്തിയ ഇ ഡി സംഘമാണ് ഇപ്പോൾ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ പരിശോധന നടത്തുന്നത്. അത് നേരത്തെ തന്നെ ഹൈക്കോടതി ഇത്തരത്തിൽ ഇവിടുന്ന് സമ്പത്ത്, ഇവിടെ കൂടുതലായി നിക്ഷേപിച്ച പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ, അത്തരത്തിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സർക്കാരിനോട് ചോദിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയോട് അടിയന്തരമായി ഇതിൽ പരിശോധന നടത്തി എഫ്ഐആർ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇ ഡി സംഘം ഇപ്പോഴും പരിശോധന തുടരുകയാണ്. നിക്ഷേപർ നൽകിയ പരാതി കോടിക്കണക്കിന് രൂപയുടെ ബാങ്കിന്റെ സ്വത്തുവകകളും അതുപോലെ ബാങ്കിന്റെ നിക്ഷേപവും ബാങ്കിൽ നിന്നും കടത്തി വിദേശ രാജ്യത്തേക്ക് കടത്തി എന്ന നിക്ഷേപകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ഒരു പരിശോധനയ്ക്ക് ഇ ഡിയോട് നിർദ്ദേശിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകളൊന്നും തന്നെ നടന്നിട്ടില്ല. വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് പ്രാഥമികമായും ഇ ഡി ഇപ്പോൾ നടത്തുന്നത്. ബാങ്കിലെ എല്ലാ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, വായ്പകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തുടങ്ങിയ ഫയലുകളാണ് ഇപ്പോൾ ഇ ഡി സംഘം പരിശോധിക്കുന്നത്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇ ഡി സംഘം പുലർച്ചയോടുകൂടിയാണ് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ എത്തിയത്. സ്വാതി. ശരി ഷമീർ.